ഡെറാഡൂണിൽ ത്രിപുര സ്വദേശിയായ വിദ്യാർത്ഥിയെ വംശീയാധിക്ഷേപം നടത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജി. വംശീയാധിക്ഷേപങ്ങൾ അവസാനിപ്പിക്കാൻ നിയമപരമായ ഇടപെടൽ തേടിയാണ് ഹർജി. ഏഞ്ചൽ ചക്മയെയും സഹോദരനെയും ആക്രമിച്ച ശേഷം പ്രതികൾ അക്രമ സ്ഥലത്ത് വെച്ച് തന്നെ മദ്യപാർട്ടി നടത്തിയെന്നും കണ്ടെത്തൽ. കേസിലെ മുഖ്യപ്രതിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. ത്രിപുര സ്വദേശിയായ MBA വിദ്യാർത്ഥി ഏഞ്ചൽ ചക്മയെ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ പശ്ചാത്തലത്തിലാണ് വംശീയ വിവേചനത്തിനെതിരെ കർശനമായ ജുഡീഷ്യൽ ഇടപെടൽ ആവശ്യപ്പെട്ട സുപ്രീംകോടതിയിൽ പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചത്. സംഭവത്തിൽ കഴിഞ്ഞ 2 ദിവസമായി വംശീയ വിവേചനം തടയാൻ ശക്തമായ നിയമനിർമ്മാണം ആവശ്യപ്പെട്ട് ത്രിപുരയിൽ പ്രതിഷേധം നടന്നുവരികയാണ്. ഡിസംബർ 9-നാണ് ഡെറാഡൂണിൽ വെച്ച് BSF ജവാന്റെ മക്കളായ ഏഞ്ചൽ ചക്മയും സഹോദരൻ മൈക്കിൾ ചക്മയും ആക്രമിക്കപ്പെടുന്നത്. ചൈനക്കാർ എന്ന് അധിക്ഷേപിച്ചത് ചോദ്യം ചെയ്തതിനാണ് 5 പ്രതികൾ ചേർന്ന് കത്തിയും ഇടിവളയും ഉപയോഗിച്ച് ആക്രമിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഏഞ്ചൽ ചക്മ ഡിസംബർ 26-നാണ് മരിച്ചത്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 2 പേരടക്കം 4 പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ ഏഞ്ചലിനെ ഉപേക്ഷിച്ച് കടന്നുകളഞ്ഞ പ്രതികൾ പിന്നീട് മടങ്ങിയെത്തി ഇതേ സ്ഥലത്ത് മദ്യപാർട്ടി നടത്തിയെന്ന പ്രതികൾ പോലീസിന് മൊഴി നൽകി. നേപ്പാളിലേക്ക് കടന്ന 1-ാം പ്രതി യാഗിരാജ് അവസ്ഥയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്. വംശീയാധിക്ഷേപമല്ല കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ വിശദീകരണം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.